ചാലക്കുടി മാർക്കറ്റിലും പരിസരത്തും തെരുവുനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ ബൈക്ക് യാത്രക്കാരൻ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകൾ കവർന്ന ഒരു പ്രതി കൂടി അറസ്റ്റിലായി. പാവറട്ടി സ്വദേശി ആൽബിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. പള്ളിവേട്ട നാളെ. അകമല ചേപ്പിലക്കോട് കാട്ടാനയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 4 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി കൂടപ്പുഴ പ്രദേശത്ത് വീണ്ടും തെരുവുനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. കൂടപ്പുഴ ക്ഷേത്ര പരിസരത്തെ റോഡിലായിരുന്നു ആദ്യം ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ജനതാ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലും കാൽനട യാത്രക്കാരെ തെരുവുനായ ആക്രമിച്ചു. വെള്ളാനിക്കാരൻ ഹാൾ പരിസരത്ത് സ്ത്രീയെ തെരുവുനായ മാരകമായി ആക്രമിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ മകനാണ് നായയെ തള്ളി മാറ്റിയത്. ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്തവരെയും നായ കടിച്ചു പരിക്കേൽപ്പിച്ചു. വിവരമറിഞ്ഞ ജനപ്രതിനിധികളും പോലീസും സ്ഥലത്തെത്തി. തെരുവുനായ ആക്രമണത്തെ തുടർന്ന് മാർക്കറ്റിൽ നിന്നും കൂടപ്പുഴയിലേക്കുള്ള ആളുകളുടെ യാത്ര ഒഴിവാക്കി. നായയെ പിന്നീട് ആൾതാമസമില്ലാത്ത വീടിനകത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. 3 ആഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ നായയാണ് ആളുകളെ ആക്രമിച്ച ശേഷം ചത്തത്. ഇതിൽ 3 എണ്ണത്തിനും പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഏപ്രിൽ അവസാന വാരത്തിൽ 30ഓളം തെരുവ് നായകളെ നഗരസഭയുടെ നേതൃത്വത്തിൽ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് സർവീസ് റോഡിന്റെ വീതി കൂട്ടിയത്. സർവീസ് റോഡിന്റെ വീതി കുറവ് വൻ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാർ. ആമ്പല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും പൊളിച്ചു നീക്കി. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ RTO, പോലീസ്, NHAI എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ഭാഗം വരെ സർവീസ് റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്തു. ടാർ ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ സർവീസ് റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അടിപ്പാതയോട് ചേർന്ന് തന്നെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതിനായി കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് വീതി കുറച്ച് അപ്രോച്ച് റോഡിന്റെ അടിത്തറയ്ക്കായി എടുത്ത കുഴികൾ മൂടി. ഇതോടെ യു-ടേണും സുഗമമായി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അടുത്തയാഴ്ച യോഗം ചേരുമെന്ന് കളക്ടർ അറിയിച്ചു. അടിപ്പാത, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം കഴിയുന്നതുവരെയോ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതുവരെയോ പാലിക്കരയിൽ ടോൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാവറട്ടി സ്വദേശി അക്കരെ വീട്ടിൽ ആൽബിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഹോദരങ്ങളായ സയ്യിദ് മൊഹസിൻ, മുഹദ് അസീം, എറണാകുളം സ്വദേശി അബ്ദുൾ റഫീഖ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ച് 31-നായിരുന്നു സംഭവം. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പുതുക്കാട് SI N പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ് തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടമ്പേറ്റി. കൊടിപ്പുറത്ത് വിളക്കോടെ ആരംഭിക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് സമാപനം കുറിക്കുന്ന ചടങ്ങാണ് വലിയ വിളക്ക്. വിളക്കെഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ആയിരക്കണക്കിന് മൺചിരാതുകളിൽ തെളിയുന്ന ദീപങ്ങൾ ക്ഷേത്ര സങ്കേതത്തെ പ്രഭാപൂരമാക്കി. തീർത്ഥക്കുളങ്ങളിലും പ്രദക്ഷിണ വഴിയിലും ക്ഷേത്ര ഗോപുരത്തിന് പുറത്തും ദീപങ്ങൾ തെളിഞ്ഞു. വിളക്കെഴുന്നള്ളിപ്പിന് പഞ്ചാരിമേളം അകമ്പടിയാകും.
നാളെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട നടക്കും. വടക്കാഞ്ചേരി അകമല ചേപ്പിലക്കോട് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. അകമല ചേപ്പിലക്കോട് പട്ടരുമടത്തിൽ മിന്ന പോൾ, ഉപ്പഴക്കാട്ടിൽ അനിൽ ജേക്കബ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. പിശാന്തി പുഞ്ചയിൽ ശിവദാസൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 50ഓളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രി കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയത്. ഏകദേശം 1,00,000 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സേനയ്ക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ച് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. പടിഞ്ഞാറ് നടയിൽ നിന്ന് ആരംഭിച്ച യാത്ര നഗരം ചുറ്റി കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ധീര ജവാന്മാർക്ക് സ്വീകരണം നൽകി. ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു. നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ.ആർ. അനീഷ്, കെ.എസ്. രാജേഷ്, വിപിൻ കൂടിയേടത്ത്, ജില്ലാ ട്രഷറർ കെ. ഗിരീഷ്, വൈസ് പ്രസിഡന്റുമാരായ ഹീര കൃഷ്ണദാസ്, കെ. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീട് തകർന്നു. മറ്റത്തൂർ കടമ്പോട് വാർഡിലുള്ള തെക്കേത്തല മഞ്ജു ചന്ദ്രന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നു വീണത്. മേൽക്കൂരയിലെ കഴുക്കോലുകളും ഓടുകളുമാണ് നിലം പതിച്ചത്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ.ബി. മേത്ത എം.പി. നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറ് നടയിൽ നൽകിയ സ്വീകരണ സമ്മേളനം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി. നിർമ്മല, കെ.പി.സി.സി. സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തിരുനാവായിൽ പാത യാഥാർത്ഥ്യമാക്കുക, കോവിഡിനെ തുടർന്ന് നിർത്തിയ വൈകിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജെബി മാത്തർ എം.പിക്ക് മഹിളാ കോൺഗ്രസ് നിവേദനം നൽകി. കേരള വിഷൻ ചാനൽ സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മൈക്രോ എന്റർപ്രണേഴ്സ് അവാർഡ് നൽകുന്നു. ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കാണ് അവാർഡ് നൽകുന്നത്. തൃശൂർ ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ജൂലൈ 5 നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം ചേർന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന സംഘാടക സമിതി യോഗം സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ചാനൽ എം.ഡിയും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ചാനൽ ഡയറക്ടർമാരായ ഷുക്കൂർ കോളിക്കര, എ.ജി. സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി പി. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. അതിലെടുത്തു പറയേണ്ടത് ഈ പത്തനംതിട്ടയിൽ നടന്ന പരിപാടിയാണ്. കാരണം നമുക്കറിയാം, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 100-ൽ താഴെ മെമ്പർമാരുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്നിട്ട് പോലും സംഘാടനത്തിന്റെ കാര്യത്തിലായാലും പന്നിത്തടത്ത് ലക്ഷ്യം നിധി എന്ന പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ സ്ഥാപന ഉടമയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് മൂളിപ്പറമ്പ് താഴത്തേതിൽ വീട്ടിൽ ഉമ്മർ അലിയാണ് അറസ്റ്റിലായത്. നിക്ഷേപകരായ 5 പേരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തതായി പറയുന്നു. 2 വർഷം മുമ്പാണ് പന്നിത്തടം കേന്ദ്രീകരിച്ച് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം പ്രതി ആരംഭിച്ചത്. ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക പോലും മടക്കി നൽകിയില്ല. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. വഞ്ചനാ കുറ്റത്തിനോടൊപ്പം ബഡ്സ് ആക്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇൻസ്പെക്ടർ എസ്. അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ. വി. ജോണി, ആന്റോ ഫ്രാൻസിസ്, എഎസ്ഐ കെ. എ. ഷാജി എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. സി.ടി. ബിജു 15ാമത് രക്തസാക്ഷി ദിനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങാട് യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു.
സംസ്ഥാന സെക്രട്ടറി പി.കെ. സനോജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ.ആർ. പ്രശാന്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തൃശൂർ വി.പി. ശരത് പ്രസാദ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ, സിപിഎം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ.ഡി. ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. കത്തിത്തീർന്ന ചാരം മണ്ണടലുകളിൽ ലയിച്ചു ചേരുന്ന സ്വാഭാവിക പരിണാമമാണ് ചരമമെങ്കിൽ ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് കൊടിയേറ്റ് നിർവഹിച്ചു. സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയേക്കൽ, ട്രസ്റ്റിമാരായ ടോണി സി.എ, സി.കെ. സെബി, ജോൺസൺ നീലങ്കാവിൽ, തിരുനാൾ കൺവീനർ പിയൂസ് പി.വി, ജോയിന്റ് കൺവീനർ പോളി ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മെയ് 24-25 തീയതികളിലാണ് തിരുനാൾ. വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് വർക്കുമായി ബന്ധപ്പെട്ട് ടെൻഡറുകൾക്ക് അംഗീകാരം നൽകാൻ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പി.ആർ. അരവിന്ദാക്ഷൻ, എം.ആർ. അനൂപ് കിഷോർ, സി.വി. മുഹമ്മദ് ബഷീർ, ജമീലാബി എ.എം. തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് കെ. അജിത് കുമാർ കൌൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. മാളക്കടവിലെ മത്സ്യമാർക്കറ്റിൽ നിന്ന് വിൽപ്പനക്കാരെ മാള പഞ്ചായത്ത് ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മാളക്കടവിലെ വില്ലേജ് ഹട്ട് കെട്ടിടത്തിലുള്ളവരെ ഒഴിപ്പിക്കാനുള്ള പഞ്ചായത്ത് ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷനായി. സോയ് കോലഞ്ചേരി, ടി. കെ. ജിനേഷ്, ജോഷി കാഞ്ഞുത്തറ, ജോയ് മണ്ഡകത്ത് എന്നിവർ സംസാരിച്ചു. വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ജാഥ ആരംഭിച്ചു. കോടാലിയിൽ ജാഥ ക്യാപ്റ്റൻ സരിത രാജേഷിന് പതാക കൈമാറി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.ആർ. വിജയ ഉദ്ഘാടനം ചെയ്തു. അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സരിത രാജേഷ്, വൈസ് ക്യാപ്റ്റൻ അമ്പിളി സോമൻ, പി.സി. ഉമേഷ്, പി.കെ. രാജൻ, ആശ ഉണ്ണികൃഷ്ണൻ, സുനിത ബാലൻ, ടെസി ഫ്രാൻസിസ്, ചിത്ര സുരാജ് എന്നിവർ സംസാരിച്ചു. വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്നതിനായി മാളയിൽ മുൻ അധ്യാപകർ കൂട്ടായ്മ ഒത്തുചേർന്നു. പെൻഷനേഴ്സ് യൂണിയന്റെ പ്രവർത്തനത്തിനൊപ്പം ജീവിതം കൂടുതൽ ആസ്വദിക്കുന്നതിന് ഒരേ മേഖലയിൽ നിന്നുള്ളവർ ഒത്തുകൂടുകയെന്ന ആശയത്തിലെന്നാണ് 3 വർഷം മുമ്പ് റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം മാളയിൽ രൂപീകരിച്ചത്. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ് കൂട്ടായ്മയിലുള്ളത്. ഒരേ ദിവസം പെൻഷൻ വാങ്ങുന്നതിന് ട്രഷറിയിലെത്തുന്ന മുൻ അധ്യാപകരായ പി.യു. വിൽസൺ, കെ. ബാലകൃഷ്ണൻ, ടി.എ. ശശികുമാർ എന്നിവരുടെ ആശയമായിരുന്നു സംഘടന രൂപത്തിലാക്കിയത്. കൂട്ടായ്മയുടെ വാർഷികം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഇ.പി. രാജീവ് ഉദ്ഘാടനം ചെയ്തു. പി.യു. വിൽസൺ അധ്യക്ഷനായി. മുൻ അധ്യാപകൻ ഡോക്ടർ പി.എം. ആന്റണിയെ ആദരിച്ചു. ഷാൻഡി ജോസഫ് തട്ടകത്ത്, കെ. ബാലകൃഷ്ണൻ, ടി.കെ. സലാം, ടി.പി. വീണ, ടി.എൻ. വിജയൻ, പി.എ. സീനത്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് വീട് കയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി കിഴക്കേടത്ത് വീട്ടിൽ ഹരിലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ന് പെരിഞ്ഞനം സ്വദേശി ലതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പ് പൈപ്പ് വീശുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ഹരിഹരൻ, എഎസ്ഐ അൻവറുദ്ദീൻ, ഡ്രൈവർ സിപിഒ അനന്തുമോൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം ബീച്ചിൽ കെ.എസ്.ഇ.ബി. ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് മയിൽ ചത്തു. മറ്റൊരു മയിലിന് പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടർപടി സെന്ററിന് കിഴക്ക് ഭാഗത്തായിരുന്നു സംഭവം. പരിസരത്ത് ഇടയ്ക്കിടെ വരാറുള്ള മയിലുകൾക്കാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ട്രാൻസ്ഫോമറിൽ കയറിയ 2 മയിലുകളും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്ക് തോളൂർ മണ്ഡലത്തിൽ സ്വീകരണം നൽകി. പറപ്പൂർ സെന്ററിലെത്തിയ ജാഥയെ ഘോഷയാത്രയായി രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ എത്തിച്ചേർന്നു. മുൻ എം.പി. രമ്യ ഹരിദാസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി ജോയ് അധ്യക്ഷത വഹിച്ചു.
ജാഥ ക്യാപ്റ്റനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജെബി മേത്ത, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല, വൈസ് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ആനി ജോസ്, അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് നിഷ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി അധ്യക്ഷനായി. ഹെൽത്ത് സൂപ്പർവൈസർ വി ജെ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ സുരേഷ് ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ്, PRO ബിന്ദു ഉദയൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നമിത, ബെറ്റി സൈമൺ, പ്രിൻസി, നിമിഷ, ശരണ്യ, അലീന, റിൻഡു എന്നിവർ ഫ്ളാഷ് മോബിന് നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാദർ ജെൻസൺ ആലപ്പാട്ടിനെ അനുമോദിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മെമന്റോ നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, കൈക്കാരൻ ആൻഡ്രിൽ ജോസ്, വർഗീസ് KA, ലൂയിസ് താണിക്കൽ, ഷാലി ഫ്രാൻസിസ്, മിനി ആൻഡോ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, റോസ്മോൾ ജോസഫ്, മൈക്കിൾ PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബാലസൗഹൃദ ഇടം പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLAയും ബാലസൗഹൃദ അംഗനവാടികളുടെ ഉദ്ഘാടനം കളക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസ്ഹാഖ്, PA ഷാജഹാൻ, ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി നല്ലപോലെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ഇടപെടുന്നതിൻ്റെ ഒരു ദൃക്സാക്ഷ്യമായി ഞങ്ങളിതിനെ കാണുകയാണ്. വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് പാട്ടുകുറിക്കൽ ചടങ്ങ് നടന്നു. തെക്ക് വടക്ക് മുല്ലകളിലെ ചോപ്പന്മാരുടെ സ്ഥാനീയരായ രാമൻകുട്ടി, സോമൻ, രാമകൃഷ്ണൻ, ഒരിക്കണ മൂത്താരായ ശശി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 20 വൈകിട്ട് 3 ശ്രീകുരുമ്പ ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായ വേലംപ്ലാക്കിൽ നിന്ന് തെക്ക് വടക്ക് മുല്ലകളുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാട്ടുകൊട്ടിലേക്ക് കൊട്ടിയകം കൊള്ളുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് കളമെഴുത്ത്, കളം പൂജ എന്നിവ നടക്കും. ഹൈസൺ ടാറ്റയുടെ എല്ലാ ഷോറൂമുകളിലും സമ്മർ വീക്കെൻഡ് കാർണിവൽ ആരംഭിച്ചു. 2 ലക്ഷം വരെയുള്ള ആനുകൂല്യങ്ങളോടെ ഇപ്പോൾ ടാറ്റ കാറുകൾ സ്വന്തമാക്കാം. തൊട്ടടുത്തുള്ള ഹൈസൺ ടാറ്റ ഷോറൂം സന്ദർശിച്ച് ടാറ്റ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ലക്കി ഡ്രോയിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാനും അവസരമുണ്ട്. സ്പോട്ട് ബുക്കിംഗ്, സ്പെഷ്യൽ ഗിഫ്റ്റുകളും സ്വന്തമാക്കാം. കൂടാതെ ഹൈസൺ ടാറ്റയുടെ എക്സ്ക്ലൂസീവ് EV ഷോറൂം കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഹൈസൺ ടാറ്റയുടെ എല്ലാ ഷോറൂമുകളിലും EV സ്റ്റോറിലും ഓഫർ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9249579079. ദേശീയ ഡെങ്കി ദിനത്തോടനുബന്ധിച്ച് വെങ്കിടങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡെങ്കി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ ഡോക്ടർ ദീപക് മേനോൻ ചൊല്ലിക്കൊടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AG ഷെറി, KV പ്രവീൺ, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ പിങ്കി V സൈമൺ, KB അനഘ എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 163ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര GLPS സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. P. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള ബ്ലോക്ക് പഞ്ചായത്തും മാള ICDSും സൈക്കോ സോഷ്യൽ സർവീസും ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് മാഞ്ഞൂരാൻ അധ്യക്ഷനായി. ഷിജി യാക്കോബ്, സിൽവി സേവ്യർ, UO ജോർജ്, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ തുടങ്ങിയവർ സംസാരിച്ചു.
രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ വേണു വെണ്ണറ രചിച്ച 51 കവിതകളുടെ സമാഹാരമായ ഒന്നുരിയാടാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAക്ക് നൽകി പ്രകാശനം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, KA രമേശൻ, യൂസഫ് പടിയത്ത്, VR പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്തിലെ 10,000-ലധികം വരുന്ന വീടുകളിലേക്ക് നൽകാനുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള തുണിസഞ്ചികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തുകാരനും അക്ഷരശ്ലോക വിദഗ്ധനും കവന കൗതുകം പത്രാധിപരായിരുന്ന കടലായിൽ പരമേശ്വരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അക്ഷരശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് N മോഹനൻ നായർ അർഹനായി. ആലുവ തെക്കേ വാഴക്കുളം കാവ്യ കലാകേന്ദ്രത്തിന്റെ ആചാര്യനാണ്. 10,001 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 25-ന് പൂപ്പത്തി യോഗക്ഷേമ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ VR സുനിൽകുമാർ MLA സമ്മാനിക്കും. അനുസ്മരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന മങ്ങാട് പുതുരുത്തി അത്താണി റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, മാഗി അലോഷ്യസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PC അബാൽമണി, TK മനോജ് കുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് UV കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിശുദ്ധ യോസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കലാസന്ധ്യയിൽ പുണ്യാളൻ ബ്രദേഴ്സ് ഒരുക്കിയ മെഗാ ഫ്യൂഷൻ നൈറ്റ് ആകർഷകമായി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി മെഗാ ഫ്യൂഷൻ നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. പുണ്യാളൻ ബ്രദേഴ്സ് പ്രസിഡന്റ് PJ പോൾ അധ്യക്ഷത വഹിച്ചു. തീർത്ഥകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കൺവീനർ സൈമൺ പാലയൂർ, PJ വിൻസെന്റ്, VL സെബി, തോമസ് പള്ളത്ത്, ബൈജു ലൂയിസ്, തോമസ് വടക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ 45-ാം വാർഷികാഘോഷ പൊതുസമ്മേളനം വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനാ ഗ്രൂപ്പ് മുൻ ഡയറക്ടർ ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ സ്റ്റീഫൻ അറക്കൽ, സബ് സോൺ കോർഡിനേറ്റർ വില്യം ജോസഫ്, കൈക്കാരൻ ടിൻഡോ ജോസ്, പ്രോഗ്രാം ജനറൽ കൺവീനർ MK തോമസ്, കോർഡിനേറ്റർ TJ ആന്റണി, സെക്രട്ടറി ഷേർലി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പുത്തുക്കാവ് മേച്ചിറ ചാത്തൻ മാസ്റ്റർ റോഡ് 2ാം ഘട്ടത്തിന് ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിൽ നിർവഹിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കനകമല പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, കാടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ജോയ് നെല്ലിശ്ശേരി, TV പ്രജിത്ത്, ബിജി ഡേവിസ്, ഷിനി ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. DCC സെക്രട്ടറി സെബി കൊടിയൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ജോജു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ നേതാക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെയും സ്മാരകങ്ങളുടെയും പേരുമാറ്റി ദേശീയ നേതാക്കളെ
തിരസ്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി VM മൊഹീദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV രമണൻ, VN നദീർ, AM മുസമിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KP സുനിൽകുമാർ, KH അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മാർക്കറ്റിലും പരിസരത്തും തെരുവുനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ ബൈക്ക് യാത്രക്കാരൻ. മണ്ണത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകൾ കവർന്ന ഒരു പ്രതി കൂടി അറസ്റ്റിലായി. പാവറട്ടി സ്വദേശി ആൽബിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്കിന്ന് ആഘോഷിക്കുന്നു. പള്ളിവേട്ട നാളെ. അകമല ചേപ്പിലക്കോട് കാട്ടാനിയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 4 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.